സഹൃദയ കലാസ്നേഹികളെ, സുഹൃത്തുക്കളെ, നമ്മളിപ്പോഴെത്തി നിൽക്കുന്നത് വളരെ മനോഹരമായ ശാന്തസുന്ദരമായ നമ്മുടെ പൊന്മുടിയുടെ മലയുടെ മുകളിലാണ്. അപ്പം മലയെന്ന് പറയുമ്പം 3-4 മൊട്ടക്കുന്നുകളുണ്ട്. അപ്പോൾ അതൊക്കെ കയറി ഇറങ്ങി വരുന്ന കാഴ്ചകൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കൊള്ളാം, നല്ല കാറ്റുണ്ട്, അത് തന്നെ ഒരു രസം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങ് ദൂരെ മലയുടെ മുകളിലായിട്ട് ഒരു ടവറൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ISROയുടെ ഏതോ സംവിധാനമാണെന്നാണ് അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്. സിഗ്നൽ കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും പരമാവധി ഹൈറ്റുള്ള ഈ പൊന്മുടിയിലെ മലയുടെ മുകളിലായിട്ട് അത് സ്ഥാപിച്ചിരിക്കുകയാണ്. മേഘം എല്ലാ മേഖലയിലും പടർന്നു പിടിച്ചിട്ടുണ്ട്. ആ കാണുന്ന മലയുടെ അപ്പുറത്തായിട്ടാണ് തമിഴ്നാട് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ അരിക്കൊമ്പനെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്ന മേഖലയൊക്കെ ഈ മലയുടെ തൊട്ടപ്പുറത്തായിട്ട് വരുമെന്നാണ് ഇവിടെ നിന്ന ഒരു സെക്യൂരിറ്റി ചേട്ടൻ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ എന്തായാലും മനോഹരമായിട്ടുള്ള നല്ല കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാരെയും ക്ഷണിക്കുന്നു. നമുക്ക് ആ കാഴ്ചകൾ കാണാം. പൊന്മുടിയിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഉയരത്തിൽ കാറ്റിൻ്റെ മന്ദമാരുതൻ തഴുകി തലോടി പോകുന്നു. മനോഹരമായൊരു കാഴ്ചയാണ്. ഇപ്പം നമ്മൾ കാണുന്ന ആ ടവറിൻ്റെ മുകളിലോട്ട് പോകാനായിട്ട് ലക്ഷ്യമാക്കിയാണ് നമ്മൾ നിൽക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്തുന്നതായിരിക്കും. ഇപ്പോൾ ദൂരെയുള്ള മലമടക്കുകളുടെ മനോഹരമായ കാഴ്ചകളുണ്ട്. എല്ലാം കൊണ്ടും സൂപ്പർ തന്നെ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ മഴയൊക്കെ മാറിയിട്ട് അന്തരീക്ഷം തെളിഞ്ഞ ഒരവസ്ഥയാണ്. അപ്പോൾ അന്ന് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്കൊരു മനോഹരമായിട്ടുള്ള ഒരു കവിതാ ശകലങ്ങൾ ഈ മലമടക്കുകളുടെ ഇടയിൽ നിന്ന് ഞങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. ഇന്ന് പക്ഷേ കവിത ആലപിക്കുന്നവരെ ഒന്നും കാണുന്നില്ല. എങ്കിലും പ്രശാന്ത സുന്ദരമായ മനോഹരമായ കാഴ്ച തന്നെയാണെന്ന് പറയാം. അപ്പോൾ ടവറിൻ്റെ മുകളിലെത്തിയിട്ട് അവിടുത്തെ കാഴ്ചകൾ അവിടെയൊക്കെ കണ്ടോ?
ഇപ്പം ഞങ്ങൾ ഈ ഹിൽ ടോപ്പിൻ്റെ മുകളിലായിട്ട് ഏകദേശം എത്തിയിട്ടുണ്ട്. നമ്മുടെ താഴ്വാരത്തു നിന്നുള്ള കാഴ്ചകളാണ് കാണുന്നത്. ഈ ടവറിൻ്റെ മുകളിൽ കയറാനായിട്ട് കഴിയില്ല, അതെല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2-3 പ്രധാനപ്പെട്ട മൊട്ടക്കുന്നുകളാണ് അടുക്കടുക്കയായിട്ടുള്ളത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. പ്രിയപ്പെട്ട കൂട്ടുകാർ വന്നിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ വരണം. നല്ല ഒരു കാഴ്ചയും നല്ല ഒരു മനസ്സിന് സുഖം കിട്ടുന്ന ഒരു ദൃശ്യവുമാണ് ഇവിടെ ചുറ്റുവട്ടത്ത്. എവിടോട്ട് നോക്കിയാലും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ്. അതുകൊണ്ട് ഇത് കണ്ടിട്ടില്ലാത്ത, ഇവിടെ വന്നിട്ടില്ലാത്ത പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരണം, വന്ന് കാണണം. നല്ല മനോഹരമായിട്ടുള്ള ദൃശ്യഭംഗിയുള്ള മനസ്സിന് സമാധാനം, സന്തോഷം നൽകുന്ന ഒരു കാഴ്ച. കുറിഞ്ചിമലയില് ഏനും പോണല്ലോ കുറിഞ്ചിമലയില്. അതിന് ഇത് മതി. യെസ്, അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ്. ഹിൽ ടോപ്പിൽ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. ഇനി മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളുമായിട്ട് നിങ്ങളുടെ അരികിലെത്തുന്നതായിരിക്കും. ഇപ്പം നമ്മുടെ അദീന വ്ളോഗ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദീനയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കും. അപ്പോൾ അദീന വ്ളോഗ് ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പം മനോഹരമായിട്ടുള്ള കാഴ്ചകൾ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ അരികിലേക്ക് ഇനി എത്തിക്കുന്നതായിരിക്കും. ഈ പരിപാടി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ ഷെയർ ചെയ്യുകയും ചെയ്യണം. എല്ലാവിധ പ്രോത്സാഹനങ്ങളും ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞിട്ട് നിർത്തുന്നു. ഇപ്പം നമുക്കിനി അദീനയുടെ വ്ളോഗിങ് കാഴ്ചകൾ കാണാം. വണ്ടി എടുത്തോട്ട് ഞങ്ങൾ ലൂലുമാലയിലോട്ട് പോവാണ്. എന്താണ് നീ കഴിച്ചത്? പിന്നെ ഇവിടെയുണ്ട്. അപ്പൊ ലൂലുമാലി പോയി കഴിഞ്ഞാൽ പിന്നെ കന്യാകുമാരി